ഇത് കുറച്ച് പച്ചമുളക് വീട്ടിൽ നിന്ന് പറിച്ചതാണ്. കാരണം ഇത് ലാസ്റ്റ് കൃഷിയായിരുന്നു. ഇനി പച്ചമുളകില്ല, എല്ലാം മുളകെല്ലാം തീർന്നു, ചീത്തയായി തുടങ്ങി. അതായത് ഒരു 6 മാസം കൊണ്ട് കായ്ച്ചു കിട്ടിയെങ്കിൽ ഒരു 2-3 മാസത്തോളം മുളകെല്ലാം പറിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പറിച്ചതാണ്. ഇനി നിർത്തിയിരുന്നാൽ ഇതെല്ലാം പഴുത്തു പോകും. അതുകൊണ്ട് ഞാൻ പറിച്ച് സൂക്ഷിക്കുന്നു. ഇതെനിക്കൊരു 2 ആഴ്ചത്തേക്ക് വീണ്ടും എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് മുളക് നല്ലവണ്ണം കഴുകി തുടച്ച് വെച്ചേക്കുവാണ്, വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ലാതെ. എന്നിട്ട് ഇതിൽ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വിരിക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ ടിഷ്യൂ പേപ്പർ വിരിച്ചതിന് ശേഷം മുളകെല്ലാം ഇതിലോട്ട് നിരത്താം. മുളക് വാല് കട്ട് ചെയ്തിട്ട് വേണം മുളകിടാൻ. എപ്പോഴും ശ്രദ്ധിക്കണം, വാലിരുന്നാൽ അത് അഴുകിപ്പോകും. അതുകൊണ്ട് വാല് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്തൂടെ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് അടച്ചു വെച്ചിരുന്നാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തോളം ഈ മുളക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 3 ആഴ്ച അല്ല, കൂടുതൽ ഉപയോഗിക്കാൻ എനിക്ക് പക്ഷേ 2 ആഴ്ചത്തേക്കൊക്കെ ഇത് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ മൂടി വെച്ച് നല്ല ടൈറ്റായിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്രത്തോളം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒന്നും ചീത്താവുകയോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് ഇരിക്കുക. അപ്പോൾ പറിച്ച് എടുക്കുന്നത് പോലെ ഈ മുളക് ഇരിക്കും. ഇനി അടുത്ത് തക്കാളിയും അങ്ങനെ തന്നെയാണ്. തക്കാളി എന്നല്ല, ഏത് വെജിറ്റബിൾസ് ആയാലും ശരി തന്നെയാണ്. നമ്മൾ പറിക്കുകയോ വാങ്ങുകയോ ചെയ്തതിന് ശേഷം കഴുകി വെള്ളമില്ലാതെ നല്ലവണ്ണം തുടച്ചിട്ട് ഒരു ബോക്സിൽ വെച്ചിരുന്നാൽ, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ബോക്സ് വെച്ചിരുന്നാൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇത് കുറച്ച് തക്കാളി വെക്കാനായിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരു 1 കിലോയോളം തക്കാളി വാങ്ങിയതാണ്. അത് നല്ലവണ്ണം കഴുകി തുടച്ചു, ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ അത് നല്ലവണ്ണം കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതും അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ബോക്സിൽ ഒന്ന് നല്ലവണ്ണം വിരിക്കാം. ഇച്ചിരി കട്ടിക്കായാലും കുഴപ്പമില്ല, 2-3 ടിഷ്യൂ പേപ്പർ ഒന്ന് വിരിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കാം ബോക്സിൽ. കണ്ടോ, എന്നിട്ട് തക്കാളി ഓരോന്നായിട്ട് പറക്കി ഇതിലോട്ട് വയ്ക്കാം. ചുറ്റും നല്ലവണ്ണം തക്കാളിയിൽ പൊതിഞ്ഞിരിക്കണം ടിഷ്യൂ പേപ്പർ, അത് കണക്കാക്കി വെക്കണം. എല്ലാം ഇതിലോട്ടൊന്ന് പറക്കി വയ്ക്കുക. വെച്ചിട്ടുണ്ട്. ഇതും അതിൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ വിരിച്ച് നല്ലവണ്ണം ടൈറ്റാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളം നമുക്ക് ഈ തക്കാളിയും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ നല്ലവണ്ണം കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സൂക്ഷിക്കാവൂ. വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും അത് അഴുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഏത് പച്ചക്കറി ആയാലും ശരി തന്നെയാണ്, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഇതുപോലെ മാസങ്ങളോളം സൂക്ഷിക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇല്ലാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തൊന്ന് സഹായിക്കുക പ്ലീസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പച്ചക്കറികൾ ഒന്ന് സൂക്ഷിക്കുക. 2 ബോക്സും നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. 1 തക്കാളിയും 1 പച്ചമുളകും വെച്ചിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും പച്ചക്കറി സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, ബൈ.